എമ്പുരാന്റെ സീനൊക്കെ മല്ലികാമ്മേനെ കാണിച്ചു തന്നിട്ടുണ്ടോ? അയ്യോ എന്റെ ദൈവമേ, ബെസ്റ്റ്. എല്ലാം കൂടെ സുപ്രിയ തന്നെ മുഴുവൻ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടല്ലേ. അതെല്ലാം അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാ. പിന്നെ ഞാൻ ചിലപ്പോൾ ചോദിക്കും എന്തുവാ മോനെ അതിങ്ങനെ. ഇന്ദ്രനോട് ഞാൻ പറഞ്ഞു, എടാ എന്തുവാടാ ഈ അടുത്ത കാലത്ത് ആരണ്ടില്ല ഡ്രാഗണിന്റെ പഴമുള്ള ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് കയറി. പറയത്തില്ല. അയ്യോ, അത് മല്ലികാമ്മയ്ക്ക് അറിയില്ലായിരുന്നോ? അതായിരുന്നു മെയിൻ ആയിട്ട് എനിക്ക് ചോദിക്കേണ്ടത്. കാരണം ആ നായകൻ, ആ സർപ്രൈസ് നായകൻ ആരാണെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞെ, അത് ഏത് ഷർട്ട്, ആരാ, എനിക്കറിയാൻ വയ്യ, ഞാൻ കണ്ടിട്ടില്ല. അത് കേൾക്കണം. അപ്പം ഞാൻ ഇന്ദ്രനോട്, ഇന്ദ്ര എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നു. അമ്മ രാജുവിനോട് ചോദിക്കുക, രാജു പറയുന്നെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞ അവസാനം മൊത്തം പ്രശ്നമാവും ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അപ്പോൾ ഒരു സസ്പെൻസ് ഇരിക്കട്ടെ, തിയേറ്ററിൽ അയ്യോ. ഞാൻ പറഞ്ഞു എനിക്കറിയാം. ഞാൻ പലപ്പോഴും പറയും, ഇവരുടെ സിനിമ ഇടുമ്പോൾ കാണാൻ വിളിക്കും. ചിലപ്പം അവൻ്റെ ഹോം തിയേറ്ററിൽ ചിലപ്പോൾ ഈ ക്യൂബ് കണക്ട് ചെയ്ത് അങ്ങനെ. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് ആ തിയേറ്ററിൽ ചെന്നിരുന്ന് ആർപ്പും വിളിയും ബഹളവും ഇതൊക്കെ അറിഞ്ഞ് കാണുമ്പോൾ ഒരു രസമാണ്. പിന്നെ എല്ലാ സസ്പെൻസ് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും എല്ലാം കൂടെ. അപ്പോൾ ഞാൻ ഇന്നേരോട് പറഞ്ഞാൽ വേണ്ട, നീ പറയണ്ട, അവിടെ ഇരിക്കട്ടെ. പിന്നെ ഓരോന്നിങ്ങനെ കാതി കേൾക്കുന്നെങ്കിൽ ഇതൊക്കെ ഏതാ സത്യം ഭഗവാൻ. മല്ലികാമ്മ നമ്മളെ പോലെ തന്നെ ഞാൻ ചോദിക്കത്തില്ല. അത്രയും സസ്പെൻസ് ആയിട്ട് പൃഥ്വിരാജ് ഒരു ഒന്നാമത്തെ കാര്യം, പിള്ളേർക്കൊരു തെറ്റിദ്ധാരണ വരെ. ഞാനതല്ല കേട്ടോ ആള്, ഞാൻ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എന്നാലും ഇതൊക്കെ വയസ്സായ അമ്മമ്മമാരുടെ തലമുറ ഭഗവാനെ വിളിച്ചു പോവും. അപ്പുറത്തുള്ള അയൽവക്കക്കാരോട് വരെ പറയും, പിന്നെ അങ്ങേരാണ് ആ വേഷം ചെയ്തതെന്ന് എന്ന് ധരിക്കുന്ന ഒരു യുവതലമുറയുടെ കൂടെ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ അറിയാതിരുന്നാൽ അതാ നല്ലത്. ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ട്, ആരാണ്ടോ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടെന്നോ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ, ഞാൻ ഇല്ല, ഞാനായിരുന്നു സൂപ്പർ സ്റ്റാർ. ഇപ്പൊ ഇവിടുത്തെ വീട്ടിൽ തൽക്കാലം എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ഞാൻ രക്ഷപ്പെടും. സത്യത്തിൽ അറിയില്ല. അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ വില്ലൻ ആരാണെന്നുള്ളതും ഇങ്ങനെ ആൾക്കാര് ഇന്നലെ കണ്ട് ഞാൻ ആരും എഴുതിയത്, പൃഥ്വിരാജ് ഒരു വശപ്പശകായിട്ട് നോക്കുന്നു ലാലേട്ടനെ, പൃഥ്വിരാജാണോ വില്ലൻ. അത് കഴിഞ്ഞപ്പം ടൊവിനോ ശരിയല്ല, ടൊവിനോ ശരിയല്ല. എനിക്ക് 3-4 പേരുടെ പേര് ഇങ്ങനെ വില്ലൻ. മല്ലികാമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? മല്ലികാമ്മയ്ക്ക് ആരായിരിക്കും വില്ലൻ എന്നാ തോന്നുന്നത്? ഇതിനകത്ത് വില്ലനുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ. അല്ല, ഇത് കഴിഞ്ഞ പടത്തിലും നമ്മൾ അതിന്റെ ബാക്കിയല്ലേ ഇത്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വില്ലന്മാരായിരിക്കും. അല്ലാതെ നമുക്ക് പക്ഷെ ഇതില് വില്ലനിസം അതൊന്നും അല്ല ഈ മൂവിയുടെ മെയിൻ ഇമ്പോർട്ടന്റ് സംഭവം. അതാണ് ഞാനും വിചാരിക്കുന്നത്. വില്ലൻ ഉണ്ടാവും, പക്ഷെ ഒരു രഹസ്യമായ വില്ലൻ അതാണ്. ഇതെന്തായാലും ഈ സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണ്, എങ്ങനെയാണ് ഖുറേഷി എബ്രഹാം, അതായിരിക്കുമല്ലോ പ്രധാന സംഭവം. എനിക്ക് മനസ്സിലാക്കുന്ന അങ്ങനെ. എങ്ങനെ ഇദ്ദേഹം ഈ ജീവിതത്തിലേക്ക് വന്നു, നാട്ടിൽ വരുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി, ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം. അപ്പൊ അതിന്റെ ഒരു കണ്ടുപിടുത്തത്തിന്റെയോ അല്ലെങ്കിൽ അത് കൂടുതൽ വിശദീകരിക്കുന്ന സംഭവം ആയിരിക്കും. അത്രയാണ് നമുക്കറിയുന്നത്. നമ്മളെ പോലെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മല്ലികാമ്മ അല്ലേ. ഇപ്പൊ അതെ, ഇപ്പൊ ഈ ലൂസിഫർ മൂവിയില് അതിന്റെ ടൈറ്റിലിൽ തന്നെ തുടങ്ങുമ്പോ തന്നെ ടൈറ്റിലിൽ നമ്മുടെ സുകുമാരൻ സാറിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ലൂസിഫർ ഫിലിം കണ്ടപ്പോ ആ ഒരു മൊമെന്റില് മല്ലികാമ്മയ്ക്ക് അന്നേരം എനിക്ക് കണ്ണു നിറഞ്ഞു സത്യം പറഞ്ഞാൽ. കാരണം തീർച്ചയായിട്ടും സുഖേട്ടന് ഈ പാടം പൂത്ത കാലം എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഒക്കെ റെഡി ആയിട്ട് തിലകൻ ചേട്ടൻ, മനോജ് കെ ജയന്, അങ്ങനെ എൻ്റെ കമ്പോസിങ് നമ്മുടെ ഒരു അനിയൻ എന്നൊക്കെ പറഞ്ഞു CMS കോളേജിലെ കോട്ടയം. അന്നേരം അതെല്ലാം ഏതാണ്ടൊക്കെ ശരിയായി ഒക്കെ നമ്മൾ എൻ്റെ സ്ക്രിപ്റ്റിന്റെ കോപ്പിയൊക്കെ, ആ സ്ക്രിപ്റ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിന് ഇട്ട പേരാണ് പാടം പൂത്ത. ഒരു നാട്ടിൻ പറഞ്ഞ നല്ല കഥയാണ്, പക്ഷെ നല്ല കുടുംബകഥയാണ് അത്. അപ്പോൾ അതിങ്ങനെ അന്നേരമാണ് പിന്നെ സുഖേട്ടനാകെ മൊത്തം അങ്ങ് അത് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ അന്നുകൊണ്ട് ഞാൻ വിചാരിക്കും, സുഖേട്ടൻ ഇങ്ങനെ സൈനിക സ്കൂളിൽ വന്നിരുന്ന് ഇവരുടെ നാടകമൊക്കെ കാണുമ്പോൾ ഇവന്മാർ 2 സിനിമയിൽ വരും കേട്ടോ മല്ലിക എന്നൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ തമാശ. ഞാൻ പറഞ്ഞു വരട്ടെ സുഖേട്ടാ, നമ്മൾ 2 സിനിമയല്ലേ, അവനെനിക്ക് അറിയാമെങ്കിൽ പഠിക്കട്ടെ, പഠിത്തം കഴിഞ്ഞിട്ട് ചെയ്യാം. ഏതായാലും രാജു ഇറങ്ങി തിരിച്ചു. കൊച്ചിലെ അതെ ഇവർ സിനിമയിൽ അഭിനയം അത് 2 പേരും അതെ കേട്ടോ. മറ്റുള്ള സിനിമാ സംബന്ധമായ പുസ്തകങ്ങളും വായിക്കുമായിരുന്നു, ഫിലിം മേക്കിംഗ്, ഡയറക്ഷൻസ്. അതിപ്പോൾ ഈ മനോജ് കെ ശ്യാമളുടെയൊക്കെ ഒരു പുസ്തകമൊക്കെ രാജുവൊക്കെ വരുത്തി വായിച്ചിരിക്കുന്നത് എനിക്കറിയാം. അപ്പം അന്ന് സിനിമയൊന്നും സംവിധാനം ചെയ്തിട്ടില്ല. അപ്പം ഈ സിനിമയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും അവന് അറിയാനും പഠിക്കാനും താല്പര്യം. ഇടയ്ക്ക് കാണുമല്ലോ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മുട്ടയൊന്നും വിരിഞ്ഞില്ല, അവൻ ലെൻസിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം സിനിമയിൽ മാത്രമല്ല, ഇപ്പം രാഷ്ട്രീയത്തിൽ നമ്മൾ നേരം വെളുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഇന്നലെ ചോദിച്ചത് ആരോടോ ഞാൻ ചോദിച്ചു, ഒരു സർക്കാർ ഭരിക്കുമ്പം പ്രതിപക്ഷത്തിരിക്കുന്നവർ എന്തെങ്കിലും നല്ലത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നല്ല ഭരണം എന്ന് പറയൂ, എന്തൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാവോ. ഇപ്പൊ ഇന്ന് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കോൺഗ്രസ്സുകാർ കുറ്റം പറയും, നാളെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കുറ്റം പറയും.
അതുകൊണ്ട് കുറ്റങ്ങൾ മാത്രം പറഞ്ഞ് ഒരാൾക്ക് അത് കേൾക്കാതെ ഭരിക്കാനൊന്നും ഒക്കത്തില്ല. പിന്നെ ആ ഭരണം കുറേ കൂടെ സാധാരണക്കാരന് ഫീൽ ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കാര്യം കൃത്യമായിട്ട് നടക്കുക. അവിടെയാണ് ഒരു സർക്കാരിൻ്റെ വിജയം അല്ലേ. ഞാൻ എപ്പോഴും പറയും, ഞാൻ മുഖ്യമന്ത്രി, എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനമാണ്. കാരണം അദ്ദേഹം ഭയങ്കര ആദ്യത്തെ 5 വർഷം ഭയങ്കര സ്റ്റേണായിട്ട് ഭയങ്കര ആജ്ഞാശക്തിയുള്ളൊരു മുഖ്യമന്ത്രിയായിട്ട് പോയി. പിന്നെ 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 അണികൾ കുറച്ച് കൂടുതൽ കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു വിശ്വാസം കുറച്ചും കൂടി ചീഫ് മിനിസ്റ്ററും അദ്ദേഹത്തിനും അടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും സ്ട്രോങ് ആയാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ ഒരു നിയന്ത്രിക്കാൻ സാധിക്കും. ഏറ്റവും സഹിക്കാൻ വയ്യാത്തത് ഇപ്പോഴത്തെ ഈ യുവതലമുറയുടെ കാര്യവും ജാതി മതത്തിൻ്റെ കാര്യം. എന്തോന്ന് ജാതി, ഈശ്വര! ഇതൊക്കെ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമ്മുടെ വീട്ടിൽ കാണുന്നതാണ് നമ്മുടെ ജാതി അല്ലേ. എന്നെ വല്ല അമ്പലത്തിലാണ് പറ്റുമെങ്കിൽ ഞാൻ കൃഷ്ണനെ വിളിക്കും, ഏതെങ്കിലും ഒരു പള്ളിയിലാണെങ്കിൽ ഞാൻ കർത്താവേ എന്ന് വിളിക്കും, ഏതെങ്കിലും ജുമാ നമസ്കാരം നടക്കുന്ന സമയത്ത് അവിടെ ആണെങ്കിൽ അല്ലാ എന്ന് വിളിച്ചു പോവും. ഇത്രയൊക്കെ ഉള്ളു ജാതി. നമ്മൾ വളർന്നു വരുന്ന അന്തരീക്ഷത്തിൽ നമ്മുടെ മാതാപിതാക്കൾ കാണിക്കുന്നത് കണ്ടിട്ട് നമുക്കൊരു ജാതി ഉണ്ടെന്നും അല്ലേ മതം ഉണ്ടെന്നും ഒക്കെ നമ്മളങ്ങ് വിശ്വസിക്കുക. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ശ്രീകൃഷ്ണൻ ഓടക്കുഴലുമായിട്ട് നിൽക്കുന്നൊന്നും. ഇല്ല, ഉണ്ടോ? ഇല്ല. നിങ്ങൾക്കൊക്കെ അറിയാമോ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ രൂപം ഇങ്ങനെ തന്നെയാണ്, ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ കണ്ടതാ വഴി വെച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിലുള്ളത് അത് ആര് ഭരിച്ചാലും കർശനമായിട്ട് അവിടെ പാർട്ടിക്കാരെന്നോ റെക്കമെൻഡേഷൻ. ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, വേണ്ടാതിനം കാണിച്ചാൽ ഒരു വാർഡ് കൗൺസിലർ തൊട്ടുള്ളവരുടെ ഫോൺ അങ്ങ് വരിക പോലീസ് സ്റ്റേഷനിലോട്ട്. ഞാൻ ദയവ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അതിന് വഴങ്ങരുത്. അല്ല, ഇപ്പം ഞാനാണെങ്കിൽ പോലും അതെ, അതങ്ങനെയല്ല, പിന്നെ മല്ലികാ സുകുമാരൻ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്നങ്ങ് പറയണം. പിന്നെ താങ്ങാനാവാത്ത പ്രഷർ വരുമ്പോൾ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പറയുക, അതിങ്ങനെയാണ് സാർ, ഇത് നാളെ പ്രശ്നമാവെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവരും ഉണ്ട് സർക്കാരിൽ. ഇല്ലാത്തതെല്ലാം ഈ MLA MP വരെയുള്ള ലെവലിലുള്ളവരാ. അതിൻ്റെ അപ്പുറത്തോട്ട് സാറേ ഇത് പ്രശ്നമാകും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ, ഇത് പ്രശ്നമാണ്, ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അവർ പാവങ്ങൾ, അവർക്കിങ്ങനെ കൊടുക്കാനും ഉണ്ടാക്കി കൊടുക്കാനും അന്വേഷിക്കാനും ഒന്നും കോൺട്രാക്റ്റ് എടുത്താൽ എന്തെല്ലാം കേൾക്കണം ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ. ചേച്ചി ഇതൊന്നും ശരിയാവില്ല ചേച്ചി, ഇതൊക്കെ മറ്റേ ഇത് കെട്ടിടം പണിയുമ്പോൾ വേറെ കാശാ. എല്ലാത്തിനും ജനം അങ്ങ് ധരിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ആ ധാരണ ജനങ്ങൾക്ക് മാറ്റണം. എന്തിനും ഇവിടെ കാശോ കൈക്കൂലിയോ ഉണ്ടെങ്കിലേ നടക്കുന്നു. അതിപ്പോൾ ഈ സർക്കാരെന്നല്ല, മറ്റേ സർക്കാരാണെങ്കിൽ ഇവർ പറയും. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഇവർ ഭരിക്കുമ്പോൾ അവർ പറയും. ഈ പറച്ചിലുമായിട്ട് ഞാനൊക്കെ 70 വയസ്സായി മോളെ, നീ എന്ന് മാറുമെന്തോ ഇതൊക്കെ ആർക്കറിയാം. ഇപ്പം നമ്മൾ തലമുറയുടെ കാര്യമായി, ഇപ്പൊ യുവതലമുറ, ഇപ്പൊ മല്ലികാമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ കൊച്ചുമോളെ റെസ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ പ്രാർത്ഥന ഇന്ദ്രജിത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഗ്രാൻഡ് പേരൻസ് പറയുന്നത് ഭയങ്കര റയറാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം എല്ലാവരും പറയുന്നത്. പക്ഷെ മല്ലികാമ്മ പറഞ്ഞ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മല്ലികാമ്മനോട് ഒരു ബഹുമാനം കൂടെയുള്ളൂ. ഇപ്പൊ പ്രാർത്ഥനയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രാർത്ഥന ഇതില് ഒരു പാർട്ടാണ്. സന്തോഷമായിരുന്നു. ആദ്യം വിളിച്ചു, 2 പാടണം എന്നൊക്കെ പറഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവൾക്ക് കൊച്ചേൻ്റെ സിനിമയാണ്, ഇത് സിനിമയിൽ വരുമെന്നൊക്കെ അവളൊരു കൺവിൻസ്ഡ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പ്രാർത്ഥന. അതുവരെ രാജുവിനെ അറിയാമല്ലോ, ഒരുമാതിരി ഫ്രെയിം പറയത്തേ ഉള്ളൂ, അകത്തെ കാര്യങ്ങളൊന്നും പറയത്തില്ല ഇങ്ങനെ. എന്തായാലും അത് വലിയ സന്തോഷം. ഞാൻ പറഞ്ഞത് എന്തറിയോ, ഇപ്പോൾ ഇന്നലെ ഞാൻ എവിടെയോ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാനത് പറയുകയും ചെയ്തു. ഇപ്പം ശരിയാണ്, ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ സാരി എടുത്തുകൊണ്ട് ഒരു ജോലി ചെയ്യണമെങ്കിൽ ഞാനൊരു നൈറ്റി എടുത്തിടും. അതുപോലെ ഞാൻ സുഖമായിട്ടും പിള്ളേരുമായിട്ട് ചുമ്മാ ഇത് മതി, കാറിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ, തൽക്കാലം ഇത് മതി എന്നും പറഞ്ഞ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന വേഷത്തിൽ നമ്മൾ പോകും. അതൊക്കെ നമ്മുടെ സ്വന്തം കുടുംബത്തിലോ സ്വന്തമായ ആവശ്യങ്ങൾക്കോ നമ്മൾ തീരുമാനിക്കുന്നതാണ്. അതിന് നമ്മുടെ ഭർത്താവിനോ മക്കൾക്കോ ഒന്നും അച്ഛനും അമ്മയ്ക്കും ആർക്കും എതിരില്ല. പക്ഷേ നമ്മളൊരു ഒരു പൊതുസ്ഥലത്ത് വലിയൊരു ആൾക്കാർ കൂടുന്ന കല്യാണം, അല്ലെങ്കിൽ ഒരു സമ്മേളനം, അല്ലെങ്കിൽ ഒരു വലിയ മീറ്റിങ്, ഈ സംഘടനാ തലത്തിൽ തന്നെ ആയിക്കോട്ടെ, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പലതരത്തിലുള്ള ആൾക്കാരാണ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ഇതിൽ അവർ നോക്കുന്ന ഓരോ ആംഗിളിലായിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നും, അയ്യോ ഇതാരാ, ഇല്ല കൊച്ചല്ലേ ഇത്, അയ്യോ ഇതൊന്നും ഇങ്ങനത്തെ വേഷമൊന്നും അത് ഇടാറില്ലായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ, അതിന് മുമ്പ് നമ്മൾ കാണുന്നിടം വരെ മര്യാദയ്ക്ക് വേഷം ഇട്ടുകൊണ്ട് നടന്ന പിള്ളേരൊക്കെ ഇപ്പം ഈ വേഷരീതി മാറിയപ്പോൾ അതും
സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ തുണി വേണ്ടെന്നാണോ എന്ന് ചോദിക്കുന്ന മഹാന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ചെയ്യരുതെന്നല്ല, അത് ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ വീട്, നിങ്ങൾ കുടുംബത്തോടൊപ്പം. ഇപ്പം ഞാൻ പറയാം, ഗോവയിൽ ബീച്ചിൽ പോയി കുളിക്കാനിറങ്ങുക, ആർക്കും പറ്റത്തില്ല സാരി ഉടുത്തിട്ട് കുളിക്കാൻ, അല്ലേ? അല്ലെ പോട്ടെ, വലിയൊരു ചോദ്യം. അപ്പം നമ്മൾ സ്വിമ്മിങ്ങിൻ്റെ പ്രത്യേക ഡ്രസ്സ്, അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ പോകുമ്പോൾ എന്തോ ചെയ്യും, ആര് ചോദിക്കാനാ? അതിന് പകരം ഒരുപാട് ജനം കൂടുന്ന ഒരു സ്ഥലത്ത് വരുമ്പം ആ മാന്യത എന്താണ്, അതാണ് സദസ്സറിഞ്ഞ് പെരുമാറുക എന്ന് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം. സദസ്സറിഞ്ഞ് വേഷം ചെയ്യുക. അല്ലാതെ ഇപ്പം ഞാനൊരു ചുരിദാർ ഇട്ടുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് കയറി ഖത്തറിൽ പോകാറുണ്ട്. എനിക്ക് അവിടെ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ പോവും. ആ പണ്ട് ചുമ്മാ പോകുമ്പോൾ അപ്പോൾ എനിക്ക് ഈ സാരിയൊക്കെ ഇങ്ങനെ പിടിച്ച് കയറാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചുരിദാറും ഷോളൊക്കെ ഇട്ട് പോകും. പക്ഷേ ഇവിടെ ഞാൻ എന്നും ചുരിദാർ, ഇപ്പം ഇത് തള്ള ഇതായ വേഷം സാരിയൊക്കെ എന്ന് അതെന്താണെന്ന് വെച്ചാൽ വലിയ ചേച്ചിയെ കൂടുതലും സാരി ഉടുത്ത് കാണുന്നവർക്ക് പെട്ടെന്നൊരിത്. അല്ലാതെ നമ്മളത് ഇടരുതെന്ന് തീർത്ത് പറയുകയല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ സംഘടനാ നേതാക്കന്മാരാണെങ്കിലും അതിലെ അംഗങ്ങളാണെങ്കിലും ഒരു സാമാന്യ മര്യാദകൾ പാലിക്കുക. ഭാഷയിൽ, വേഷവിധാനത്തിൽ, പെരുമാറ്റത്തിൽ. അതെ.